ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ഏലക്കയും ചെറിയ പീസ് അളവിൽ 2-3 പീസ് കറുവാപ്പട്ടയും ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ചെറിയൊരു പീസ് വയനയിലയും കൂടി. ഇനി വേണ്ടത് ഉപ്പാണ്. നമ്മൾ ഈ വെള്ളത്തിൽ ഒരല്പം ഉപ്പ് ഇങ്ങനെ മുമ്പിൽ നിൽക്കണം, ആ ഒരു രീതിക്ക് വേണം കേട്ടോ ഉപ്പ് ചേർക്കാനായിട്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം. കൂടെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. പരസ്പരം റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി, വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ റൈസ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം അളവിലെ വെള്ളം നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുക വേണം നമ്മളിതിലേക്ക് റൈസ് ചേർക്കാനായിട്ട്. റൈസ് ചേർത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബിരിയാണിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും റൈസ് നന്നായിട്ടുണ്ടായിരിക്കണം. നല്ല റൈസിൽ വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് കിട്ടത്തുള്ളൂ. ഇനി നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് നമ്മുടെ റൈസെല്ലാം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരുപാട് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കരുത്, ഒരു 90% മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 90% മാത്രമേ വെന്തിട്ടുള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടില്ല. ഇനി ഇതുടൻ തന്നെ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാർന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യും ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് മീഡിയം സൈസിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ക്യാരറ്റ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരല്പം ക്യാബേജും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി വേണ്ടത് ക്യാപ്സിക്കമാണ്. അത്യാവശ്യം വലിയ ക്യാപ്സിക്കത്തിൽ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഹൈയിൽ വേണം വെച്ചിരിക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയത്ത് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും പാടെ മാറിപ്പോകും. ഒരു പകുതി അളവിൽ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും എപ്പോഴും ഫ്രൈഡ് റൈസിന്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ സോയ സോസാണ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി, ഒരു 2 പിഞ്ച് അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ വെജിറ്റബിൾസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടണം എന്നുള്ളവർക്ക്, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോയ സോസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതും കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മാത്രം ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ചോറ് പൊടിയാതെ ഒന്ന് നോക്കിയേക്കണം. ഫ്ലെയിം ഈ സമയത്തൊക്കെ ഹൈയിൽ വേണം വെക്കാനായിട്ട്. എന്നാൽ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ലാസ്റ്റ് നമുക്ക് വേണ്ടത് ഒരല്പം സ്പ്രിംഗ് ഓണിയനും കൂടിയാണ്. സ്പ്രിംഗ് ഓണിയൻ എപ്പോഴും വീട്ടിലുണ്ടാവാറില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മല്ലിയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈസാണ്. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.